മരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്ത് വയോജന കലാമേള സംഘടിപ്പിച്ചു. നിറവ് 2025 എന്ന പേരിൽ സംഘടിപ്പിച്ച കലാമേള പി ചിത്രരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. മരക്കുളം തെക്ക് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങളുടെ ഒത്തുചേരലിനും മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുവാനും കലാവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനുമായാണ് നിറവ് 2025 എന്ന പേരിൽ വയോജന കലാമേള സംഘടിപ്പിച്ചത്. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി ഒരുക്കിയത്. പി ചിത്രരഞ്ജൻ MLA കലാമേള ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സംഗീത അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല സുരേഷ് സ്വാഗതവും ICDS സൂപ്പർവൈസർ ലിനേജ് ജയൽ നന്ദിയും പറഞ്ഞു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി വയോജനങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണവും ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KD മഹീന്ദ്രൻ മരണാനന്തര സഹായവും നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് R റിയാസ്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇന്ദിരാ തിലകൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP ഷാജി, ജനപ്രതിനിധികളായ VK പ്രകാശ് ബാബു, PJ ഇമ്മാനുവൽ, NS ഷാരിമോൾ, R സരസകുമാർ, കുഞ്ഞുമോൾ ഷാജി, അരുൺ ദേവ്, ഷാനുപ്രിയ PJ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. ഒരു ഏകാന്തത അനുഭവിക്കുകയാണ് പലരും. അതിന് നമുക്ക് മക്കളെ കുറ്റപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അവർ ആവശ്യത്തിന് ഹോം നേഴ്സിനെയോ മറ്റ് പരിചരിക്കാൻ ആളെയൊക്കെ വെച്ചിട്ടുണ്ട്. അവർ ഒന്നുകിൽ വിദേശത്തായിരിക്കും, കുടുംബമെല്ലാം വിദേശത്താണ്. അച്ഛനും അമ്മയ്ക്കും വേണ്ട സൗകര്യത്തിന് ഹോം നേഴ്സൊക്കെ കാണും. പക്ഷേ അവർക്കുള്ളൊരു ഏകാന്തതയുണ്ടല്ലോ, പുറം ലോകം കാണാനുള്ള അവരുടെ ഒരു ആഗ്രഹമുണ്ടല്ലോ. എല്ലാ വർഷക്കാലവും ചില സ്ഥലത്ത് ഈ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. അതിൽ ആലപ്പുഴയിൽ ബീച്ചിലൊരു പരിപാടി നടക്കാറുണ്ട്. അയാൾ 2 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വർഷം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അവിടെ വെച്ച് വരുന്ന പരിപാടിയിൽ വരുന്നവർ എല്ലാവരും ഏറ്റവും പാവപ്പെട്ട വീട്ടിലുള്ള ആൾക്കാരല്ല. അവിടുത്തെ ഓണസദ്യ കഴിക്കാനോ അവിടെ കൊടുക്കുന്ന ഒരു മുണ്ട് വാങ്ങാനോ വരുന്നതിൽ എനിക്കറിയുന്ന നിരവധി നല്ല സാമ്പത്തിക ശേഷിയുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള അമ്മമാരും അച്ഛന്മാരും എത്താറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ വർഷം, കഴിഞ്ഞ വർഷം അവിടെ ചെന്നപ്പോൾ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ രണ്ടുപേരും കൂടെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, എല്ലാവരും ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച്, കുറേ സമയമൊന്ന് എല്ലാവരുമായിട്ടൊന്ന് ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. ഇതാണ് ഇന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പട്ടിണി എന്നുള്ള ഒരു കാര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഇല്ല. ഏത് വീട്ടിലായാലും ശരി, ഇപ്പം അച്ഛനും അമ്മക്കും ആണെങ്കിൽ 2 പേർക്കും കൂടെ പെൻഷൻ കിട്ടിയാലും 3200 രൂപ കിട്ടും. പിന്നെ അത്യാവശ്യം റേഷൻ അരിയുണ്ട്. അതൊക്കെ കൊണ്ട് പണ്ടാണ് പട്ടിണി കിടക്കിയെന്ന് പറഞ്ഞാൽ നന്മയുടെ ഓർമ്മകളാണ്. ഓണം ഐശ്വര്യത്തിൻ്റെ ഓർമ്മകളാണ്. ഓണം മാനവികതയുടെ ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ട് തന്നെ ഈ തിരുവോണത്തിൻ്റെ പൊൻചിങ്ങമാസത്തിൽ നിങ്ങൾ നടത്തുന്ന ഈ വയോജനങ്ങളുടെ, നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ഈ ഒത്തുചേരൽ എന്തുകൊണ്ടും മാതൃകാപരമാണ്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഞാൻ ഓണത്തിൻ്റെ ആശംസകൾ നേരുകയും